ഒരു തിയേറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെ അതെ. അപ്പോൾ അവർക്കൊരു ഡെഡിക്കേറ്റഡ് റൂം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാവില്ല, ചിലർക്ക് ടെറസ് ആയിരിക്കും. അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം അതാ പറഞ്ഞത്, നമുക്ക് ഇനിഷ്യലി നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഒരു അതായത് സന്ദീപ് ഒരു വീട് പണിയാ, വീട് പണിയുന്ന സമയത്ത് മൈൻഡിലുണ്ട്, പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്ടറോ ബിൽഡറോ അല്ലെങ്കിൽ ആരുടെ വെച്ചാൽ പറയാം റൂമിൻ്റെ സൈസ് ഒപ്റ്റിമൈസ് എടുക്കാൻ പറയാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ വിഡ്ത്തിൻ്റെ 1.5 അല്ലെങ്കിൽ 1.6 ആണ് ടോട്ടൽ വിഡ്ത്തിൻ്റെ നീളം വേണ്ടത്. ഒരു 10 അടി നീളമൊക്കെ ആണെന്നിട്ട് 10 × 1.6 അതായിരിക്കും വേണ്ട നമ്മൾ ടോട്ടൽ നീളം. റൂമിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി കൂടാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് ഒത്തിരി ഫ്രണ്ടിൽ പോയിരുന്ന് നമുക്ക് നോർമൽ തിയേറ്ററിൽ TV കാണുന്ന നമുക്ക് കാണാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു തിയേറ്ററുള്ളൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ സ്റ്റെപ്പിൽ തന്നെ കൺസൾട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തായാലും ഇപ്പം നമുക്ക് ഒരുപാട് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. എങ്ങനെ ഈ റൂമിൽ ഫ്ലോറിങ് വേണ്ട, ഭിത്തി തേച്ചും ഇട്ടാൽ മതി, പെയിൻറ്റിങ് പുട്ടി വേണ്ട, സീലിംഗ് വർക്ക് ആസിറ്റീസ് മതി. ഇങ്ങനെയൊക്കെ കോസ്റ്റ് നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റും. അതിൽ ഡോറിൻ്റെ പൊസിഷൻ ഇടാൻ പറ്റും, അതിൽ റേസർ ആ സമയത്ത് കൺസ്ട്രക്ട് ചെയ്തിടാൻ പറ്റും. അങ്ങനെ ഒരുപാട് കൺസൾട്ടേഷൻസ് നമുക്ക് ഇനിഷ്യലി കൊടുക്കാൻ പറ്റും. എപ്പോഴും ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്ലാനിങ് ഫേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു റൂം സൈസിലേക്ക് എത്തിച്ചെടുക്കാനും പറ്റും.